നമ്മുടെ ഇടുക്കി ജില്ലയിൽ പ്രത്യേകിച്ച് ബൈസൺ വാലിയിൽ ഏലവും കുരുമുളകും തുടങ്ങിയ കാർഷികോൽപ്പന്നങ്ങൾ മാത്രമല്ല നിരവധി പൂക്കളും വെറൈറ്റി ബാമ്പുകളും നിരവധി പൂക്കൾ ഉൾപ്പെടെ ഒരു ചിൽഡ്രൻസ് പാർക്ക് തന്നെ ഉണ്ടാക്കി പരിപാലിക്കുന്ന ഒരാളുണ്ട്. പ്രത്യേകിച്ച് ബൈസൺ വാലിയുടെ റോഡ് സൈഡിലൂടെ ഈ വെള്ള പൂക്കൾ കാണുമ്പോൾ ഞങ്ങൾ ഓർക്കുന്നത് ഞങ്ങളുടെ ബൈസൺ വാലിയിലെ പുതിയ വീട്ടിൽ ജിജോ ചേട്ടനെയാണ്. നമുക്കിന്ന് ജിജോ ചേട്ടനോടൊപ്പം അല്പനേരം സംസാരിക്കാം. ജിജോ ചേട്ടാ, ഇപ്പൊ നമ്മൾ 3-ാം ഘട്ടത്തിലെ നമ്മുടെ ഈ സൂര്യകാന്തി പാടം ജനങ്ങളുടെ ഭാഗത്തുനിന്ന് എങ്ങനെ സപ്പോർട്ട് ഉണ്ടോ? നമ്മുടെ ഈ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് നല്ല സപ്പോർട്ടാണ്. നല്ല സപ്പോർട്ടല്ലേ? ഇപ്പൊ ഈ 3 പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം നല്ല മുതൽ മുടക്കുണ്ടായിരുന്നു, ഈ പ്രാവശ്യം അതിനേക്കാളും കൂടുതൽ മുതൽ മുടക്കുണ്ട്. പക്ഷെ കുറെ റൈഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതൊക്കെ എവിടെ നിന്നായിരുന്നു പർച്ചേസും കാര്യങ്ങളൊക്കെ? ഇത് പിന്നെ അടിമാലില് ഉണ്ടല്ലോ, ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്, കൈരളി എന്ന് പറഞ്ഞു. അവിടുന്ന് കുറെ വാങ്ങിച്ചു, പിന്നെ ഓൺലൈനിൽ വാങ്ങിച്ചു, പിന്നെ എറണാകുളത്ത് നിന്ന് കുറേ സാധനങ്ങൾ വാങ്ങിച്ചു. അപ്പൊ ഈ പ്രാവശ്യം നല്ല മുതൽ മുടക്കുണ്ട്. തീർച്ചയായിട്ടും നമുക്കൊരു ഫീസ് വെക്കാം. അല്ലാതെ പറ്റിയല്ലോ. ഈ ഫീസ് 20 രൂപ കുറവാന്നാണ് എന്റെ അഭിപ്രായം. അത് ചിലര് കുറവാന്ന് പറയുന്നു, ചിലര് കൂടുതലാന്ന് പറയുന്നു. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഓൾറെഡി 20 രൂപ വെച്ചിരുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ ഈ പ്രാവശ്യം കുറച്ചുകൂടെ റൈഡൊക്കെ വന്നിട്ടുണ്ട്. അത് കുഴപ്പമില്ല, നമ്മുടെ നാട്ടുകാർക്കല്ലേ. നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഫീസ് കുറച്ചേക്കുന്നത്. അപ്പൊ കാര്യമായിട്ട് എല്ലാരും വന്ന് സഹകരിക്കണം എന്നാണ് അഭിപ്രായം. ഏത് ഭാഗത്തൂടെ പോയാലും ഈ പൂ കാണുമ്പോൾ ജിജോചേട്ടൻ ഓർക്കും. അല്ല, അന്നേരം ആരും പിന്നെ കൂടാനില്ല. അല്ലെങ്കിൽ എല്ലാവർക്കും ഞാൻ പറഞ്ഞാണ്, എല്ലാവരും അവരവരുടെ വീടിന്റെ പുറത്ത് തെളിച്ചിടുക. ഇനിയിപ്പോ സൂര്യചേട്ടൻ കുറച്ച് മുൻകൈ എടുത്തിട്ടുണ്ട്. സൂര്യചേട്ടൻ പറഞ്ഞത് നമുക്ക് തൊഴിലുറപ്പിപ്പെടുത്താം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ പഞ്ചായത്ത് മൊത്തം ആവും. അതെ, എല്ലാരും വെക്കണം. എല്ലാരും വെച്ച് കഴിഞ്ഞാല് ടൂറിസം ആണെങ്കിൽ തന്നെ ആൾക്കാരിങ്ങനെ പറയുമല്ലോ, വൈശമാരി പോയി കഴിഞ്ഞാൽ നല്ല രസമാണ്, അവിടെ ഇങ്ങനെ പൂക്കളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു. എല്ലാരും വെക്കണം. നമ്മളൊരാൾ ചെയ്തിട്ട് നമുക്കിപ്പം ഈ പഞ്ചായത്ത് മുഴുവൻ നമ്മളെ കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുമോ? അപ്പൊ 40 ഏക്കർ കുറെ നട്ടായിരുന്നു, അവരെ പിള്ളേരെല്ലാം കൂടെ കൂടി. അത് ക്ലിയർ ചെയ്ത് പോവാന്ന് പറഞ്ഞു. അതിപ്പോ പഞ്ചായത്ത് ചെയ്യണം. നമ്മൾ വിളിച്ച ആരെങ്കിലും വരുമോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് വേറെ രാജ്യത്തൊക്കെ ഇതുപോലെ നമ്മുടെ വീടിന് മതില് കെട്ടിയാലും അതിന്റെ പുറത്തുള്ള സ്ഥലം നമ്മുടേതാണ്, നമ്മൾ തന്നെ അത് ക്ലിയർ ചെയ്ത് ഇടണം. അങ്ങനെയൊക്കെ നിയമമൊക്കെ ഉണ്ട്. ഇവിടെ ഇത് തന്നെ എല്ലാവരും അവനവന്റെ വീട്ടിൽ നിന്ന് നേരെ അടുത്തവന്റെ പറമ്പിലേക്ക് ഇടുക എന്നല്ലാതെ